ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ അതിരപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒരു ലെങ്തി ആയി പോകേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അതിൻ്റെ കണ്ടിന്യൂ ചെയ്യാൻ. അപ്പം അതിരപ്പള്ളി നമ്മൾ ഇറങ്ങി വാൽപ്പാറ ആ റൂട്ട് പിടിച്ചേക്കുവാണ്. പക്ഷേ അറിയാൻ കഴിഞ്ഞത് ഇവിടെ റോഡ് പണി എന്തോ നടക്കുകയാണ്, അതാണ് വണ്ടികളൊന്നും വിടുന്നില്ലെന്നാണ്. പിന്നെ ചിലർ പറഞ്ഞു ബൈക്ക് പോകുന്നുണ്ട്, കാറ് പോകുന്നുണ്ടോ സംശയമെന്ന് പറയും. അപ്പോൾ എന്തായാലും അവിടുത്തെ ചെക്ക് പോസ്റ്റ് ചെന്നാലേ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ 1-ാം തീയതി തൊട്ടെങ്ങാണ്ട് അടച്ചിട്ടേക്കുവാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്, അവിടെ ചെന്നിട്ട് അറിയാം. നല്ല രസമുണ്ടല്ലോ ഇതിലേക്ക് വണ്ടി ഓടിച്ചാൽ. ബൈക്ക് റൈഡേഴ്സിനൊക്കെ ഭയങ്കര, ബൈക്കല്ല വണ്ടി ഓടിക്കാൻ താല്പര്യം ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും ഇതുപോലത്തെ റോഡുകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇവിടെ എല്ലായിടത്തും ബോർഡുണ്ട്, കോഷൻ വൈൽഡ് ലൈഫ് ക്രോസിംഗ് സോണ്. അപ്പം കാട്ടാനകളും പിന്നെ അതുപോലെ മൃഗങ്ങൾ, വൈൽഡ് ആനിമൽസൊക്കെ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയയാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാൻ. റോഡ് നല്ല സൂപ്പർ, നല്ല തണലും, നമ്മളെ കാടിനെ നടുക്കൂടി പോകുന്നില്ലേ, നല്ല രസമാണ്. ചാർപ്പ പാലം, ഇവിടെ ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ ആ വെള്ളച്ചാട്ടത്തിന് ഒരു ക്രോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതെന്തോ പാലം, എന്താ സംഭവം എന്നറിയത്തില്ല. എന്തോ സാധനം ഇവിടെ പണിയുന്നുണ്ട്. ചിലപ്പോൾ പാലമായിരിക്കും, ചിലപ്പം ഇവിടെ നിങ്ങൾക്ക് ആൾക്കാർക്ക് വ്യൂ പോയിന്റ് പോലെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ നിലവിൽ ഈ വെള്ളച്ചാട്ടത്തിന് അതൊരു മറയാണ്, കണ്ടോ. അത് നമുക്ക് ഫുൾ ആ ഒരു വ്യൂ കിട്ടത്തില്ല ഇവിടെ നിന്ന്. നിലവിൽ നമുക്കത് ഇവിടുന്ന് ഒരു വ്യൂവേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് കണ്ട, ഈ ഒറ്റ വ്യൂ പോയിന്റേ ഉള്ളൂ. പക്ഷേ വ്യൂ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അവിടെ കറക്റ്റ് ആ ബ്ലോക്ക് ചെയ്തേക്കുന്നതാണ്. ഇവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂ അല്ലേ. അപ്പോൾ അവിടെ ഒരു വ്യൂ വരുവാണെങ്കിൽ, വ്യൂ പോയിന്റ് വരുവാണെങ്കിൽ സൂപ്പറായിരിക്കും, നല്ല രസമുണ്ട്. നിങ്ങൾക്ക് അടുത്ത് നിന്നിട്ട് തന്നെ പേടി വരും. താഴേക്ക് നോക്കി, ഈ അടിപൊളി കാടും പിന്നെ കാടിനെ നടുക്കൂടെയുള്ള ഈ ഒരു അടിപൊളി റോഡും ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നിർത്താനൊക്കെ തോന്നും. നിർത്തുമ്പോൾ നമ്മുടെ മനസ്സ് പറയും, പക്ഷെ നമ്മൾ നിർത്തരുത്. കാരണം വൈൽഡ് ആനിമൽസ് എപ്പോൾ വേണമെങ്കിലും വരാം, ആനയൊക്കെ എപ്പോഴും വരാമെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ എന്നാലും അത്യാവശ്യം വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് തിരക്കില്ലാത്തത്, അതുകൊണ്ടായിരിക്കണമല്ലോ. അപ്പം വലിയ വലിയ വണ്ടികളൊന്നും പോകുന്നില്ല, വിടുന്നില്ല. പക്ഷെ കാറുകളൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എനിക്കും കറക്റ്റ് ഇതിനെപ്പറ്റി വഴി അറിയത്തില്ല. അവിടെ ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് കഴിഞ്ഞിട്ടില്ലെന്നാണ്. അല്ല, അവിടെ ചെക്ക് പോസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴറിയാം വിടുവോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു. അവിടുന്ന് നമ്മുടെ പേര് അത് ചോദിച്ച് വണ്ടിനെ പറ്റി നോട്ട് ചെയ്തൊരു പ്രിൻറ്റ് നമ്മുടെ തന്നു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഇങ്ങോട്ട് വേറെ വണ്ടികളൊന്നും വിടുന്നില്ല, 2 വീലർ വിടുന്നുണ്ട്, വേറെ കാറുകളൊന്നും വിടുന്നില്ല. അപ്പോൾ ഈ സമയത്ത് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ, കാറിൽ വരാനായിട്ടുള്ളവരാണെങ്കിൽ ഇപ്പം വരരുത്. ഞാനും വഴിക്ക് വെച്ചാണ് അറിഞ്ഞത്, സത്യം പറഞ്ഞാൽ. ഭാഗ്യം പറഞ്ഞാൽ പോരെ, ബൈക്ക് വിടും. അതിപ്പോൾ ഈ സമയം കുറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വിടത്തില്ല. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വരെ ആരും കാണത്തില്ല. സാധാരണ വണ്ടികളൊക്കെ ഉള്ള കാരണം വലിയ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ബൈക്കേ പോകുന്നതല്ല. ഇപ്പോൾ വേറൊരു ബൈക്കുകാരും വരുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ അറിയാം, അഡ്വാൻറ്റേജ് അല്ല, നമ്മൾ ഈ ബൈക്ക് റൈഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സുഖമാണ്. കാരണം വെച്ചാൽ വേറെ വണ്ടികളൊന്നുമില്ല, നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ശരിക്കും നമുക്ക് വേറെ വണ്ടികളിൽ ആ ഒരു ഡിസ്റ്റർബൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സ്മൂത്തായിട്ട് ഓടിച്ചുകൊണ്ട് പോകാം. കാറ് വിടുന്നില്ല തൊട്ടൊരു കാർ ഇവിടുന്ന് വരുന്നത്, ചിലപ്പോൾ ഈ ചെറിയ കാറായതുകൊണ്ടായിരിക്കണം. ഓക്കെ, എന്തായാലും വിടുന്നില്ലാതെ അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ശരിക്കും നല്ലതുപോലെ ഓടിച്ചു പോവാം. നമുക്ക് ഭാഗ്യമുണ്ട്, എവിടെയെങ്കിലും ആന നിൽക്കുന്നത് കാണാൻ പറ്റുന്ന രസമായിരുന്നു. എന്നാലും പേടിക്കണം. ഇതാണ് വാഴച്ചാൽ ബ്രിഡ്ജ്. നല്ല രസമുണ്ടല്ലോ, കാടിലോത്തൊരു വണ്ടി കയറി പോകുന്നത് കാണാൻ. ഒരു ഗുഹയ്ക്കകത്തൊരു വണ്ടി കയറി പോകുന്നുണ്ട്.
നമ്മളവിടുന്ന് വണ്ടി കുറച്ച് ഓടിച്ച് വരാൻ നേരത്തെ കുറേ വീടുകളൊക്കെ കാണാം. പുളിയിലപ്പാറ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ജംഗ്ഷനും ഉണ്ടായിരുന്നു. കുറേ കടകളും ഹോട്ടലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കയറിയാലും നമുക്ക് എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ കടകളുണ്ട്. പുളിയിലപ്പാറ അവിടെ കുറച്ച് വീടുകളും ഉണ്ട്. നമ്മൾ ഈ വരുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങളിലായിട്ട് ആനപ്പണ്ട് റോഡിൽ കിടപ്പുണ്ട്. പക്ഷെ ഒന്നും പുതിയതായിട്ടുള്ള അത് ഫ്രഷ് ആയിട്ടുള്ളതല്ല, അത് ഉണങ്ങി ഇതായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിലേക്ക് കണ്ടെത്തി നമുക്ക് ഊഹിച്ചൂടെ ഇതിലെ ആനകളൊക്കെ എപ്പോഴും ക്രോസ് ചെയ്യുന്നതാണെന്ന്. വഴിനീളെ ഒരുപാട് സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ആനയൊക്കെ വരാം. എല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, പക്ഷേ എല്ലാവർക്കും റൈഡ് പോകുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല. അത് ഇഷ്ടപ്പെടുന്നവരും ഒരുപാടുണ്ട്. അപ്പം റൈഡ് ഇഷ്ടപ്പെടും. അതൊരു പ്രത്യേകിച്ച് ഇതുപോലെ നേച്ചർ കാട്ടിലൂടെയൊക്കെ പോകാനും അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് റൈഡ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ റൂട്ട് ട്രൈ ചെയ്യണേ. ചിലവർക്കിപ്പം കാട്ടിൽ അങ്ങനെ പോകാൻ വലിയ താല്പര്യം കാണില്ല. കുറച്ചുകൂടി പോഷ് ഏരിയയുള്ള ടൗൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ സിറ്റീസും അങ്ങനെയൊക്കെ ആയിരിക്കും താല്പര്യം. ചിലവർക്ക് ഇതായിരിക്കും. എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ബൈക്ക് റൈഡേഴ്സ് എല്ലാവർക്കും ഇതുപോലെ റോഡ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഇതുപോലെ യാത്ര. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും റൈഡ് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതൊന്ന് പോകണമെന്നുള്ളത്. പക്ഷേ ഇതുവരെ പോകാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ നാളെ നീളം എന്ന് പറഞ്ഞിട്ട് വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ പോയേക്കാം എന്നും പറഞ്ഞങ്ങ് ഇറങ്ങിയതാണ്. അല്ലെ ഇത് ഇനി പിന്നെയും നീണ്ടു പോകും. നമ്മൾ പോകുന്ന വഴിക്കേണ്ട ഒരു അടിപൊളി ഒരു ലേക്ക് നോക്കി, എന്ത് ബ്യൂട്ടിഫുൾ വ്യൂ ആ. ഓ സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത കിടിലൻ വ്യൂ. ഞാനങ്ങനെ വരുമ്പോൾ കുറേ നേരമായിട്ട് നോക്കുന്നുണ്ട് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടോ. പക്ഷേ ഇവിടെ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്തേക്കുന്നതാണ്. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചപ്പോണ്ട് ക്രോക്കഡൈൽസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. അതുമല്ല, നമ്മൾ എന്തെങ്കിലും കേസിൽ നമ്മൾ പിടിച്ചാൽ പോലും നമ്മളെ ജയിലിലടക്കം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് അധികം ആരും ഇറങ്ങി നിൽക്കേണ്ട. അപ്പുറ സൈഡിലൊക്കെ ചെങ്ങാടും അങ്ങനത്തെ കിടക്കുന്നു. ഞാൻ അവിടെ എന്തോ ഒരാൾ ഇങ്ങനെ തുഴഞ്ഞ് പോകുന്ന പോലെ തോന്നി. ചിലപ്പോൾ ട്രൈബൽസിൻ്റെയൊക്കെ വല്ലതും ആയിരിക്കും. പക്ഷെ നല്ല കിടിലൻ വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇത് നോക്കി, പെൺമയിൽ 4 കറങ്ങി കിടക്കുന്നു. ആൺമയിലും കൂടെ ഉണ്ടായാലും അടിപൊളിയാണ്. പക്ഷെ ഇത് 4 പെൺമയിലാണ്. അത് ഇവിടെ ട്രൈബൽ സെറ്റിൽമെൻറ്റ് കോളനിയൊക്കെ അവിടെ ഉണ്ട്. ഇത് പോലീസ് ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ക്വാർട്ടേഴ്സ്. നമ്മളിത് ആ വഴിയാണ് വന്നത്. അപ്പോൾ അത് ഇവിടെ ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നിർത്തിയത്. ഇത് ആനക്കയം ബ്രിഡ്ജ്. നിർത്തുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്ത് കണ്ടപ്പോഴത്തേക്കും നിർത്തി. ചെറുതായിട്ട് സ്ലോ ചെയ്തത് മോശമല്ലേ. ഇതൊന്ന് കാണാൻ വേണ്ടി ചവിട്ട് ചെയ്തത്. നല്ല രസമുണ്ടല്ലേ. നല്ല ഉഗ്രം തണുപ്പായിരിക്കും. ഇറങ്ങി കുളിക്കാൻ തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ നമ്മൾ താമസിക്കത്തില്ല, നമുക്ക് പോയേക്കാം. ഒരു നല്ല കിഡിലൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയാണ്. അപ്പോൾ ദേ ഞാൻ ഓർക്കും ചെയ്തു, ഇവിടം വരെ വന്നപ്പോഴത്തേക്കും ഇതുവരെയും റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ടൊന്നും കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ നോക്കിയപ്പോഴാണ് ദേ അവിടെ ഫ്രണ്ടിൽ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം വണ്ടികളൊന്നും വിടാത്തത്. അപ്പോൾ ഈ ഒരു വ്യൂ സൂപ്പറല്ലേ. താഴെ നോക്കിയ കാടൊക്കെ. എന്നാലും നമ്മളിവിടെ അധികം നേരം നിൽക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് താഴെ ചെല്ലണം. താഴെയാണ് മുകളിലാണ്, എവിടെയാണ് വാൽപ്പാറ, അവിടെ എത്തണം. എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. അയ്യോ, ഇവിടെ നിന്നൊക്കെ ഒരു അടിപൊളി ഡ്രോൺ ഷോട്ട് കിട്ടാൻ എന്ത് രസമായിരിക്കും ഇതിനെ കാണാൻ. എന്താ ഭംഗിയാണ്, ഭയങ്കര രസം ഇവിടെ നോക്കിയിട്ട് കണ്ടിട്ട്. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഇവിടെ. ഇത് കണ്ടത് ഈ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തിട്ടാണെങ്കിലേ ഇവിടെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഒരു വ്യൂ പോയിന്റ് ഏരിയ ഒക്കെ ഇവിടെ എടുക്കാം. പക്ഷെ ഇവിടെ ഈ കാടായത് നമുക്കിവിടെ വണ്ടികളൊന്നും നിർത്താൻ പറ്റത്തില്ല. എങ്കിലും അതൊരു വ്യൂ പോയിന്റ് ആയിട്ടേ. പക്ഷെ എന്നാൽ തന്നെ നമ്മൾ ഇവിടെ നിന്നാൽ തന്നെ കണ്ടു നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഓ സൂപ്പർ. മലക്കപ്പാറ കഴിഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആയത്. തേയിലത്തോട്ടം നിര നിൽക്കുന്നുണ്ട്. എന്ത് ഭംഗിയല്ല കാണാൻ. ഒരു രക്ഷയില്ലാത്ത കിടിലം വ്യൂ. പക്ഷെ നമ്മളിത് അധികം നേരം നിൽക്കുന്നില്ല. കാരണം ഇപ്പം തന്നെ 5:30 6 മണിക്ക് ആയി കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറിൽ നിന്ന് വിടത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതേ ഉള്ളൂ.
പിന്നെ ഗൈസ് ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ മലക്കപ്പാറ എത്തുന്നതിന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ മുമ്പേ തൊട്ടേ റോഡ് ഭയങ്കര മോശമാണ്. മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വരുന്നത്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തില്ല. റോഡ് അതുപോലെ മോശമാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഞാനിപ്പോൾ മലക്കപ്പാറ ജംഗ്ഷനിൽ ഇവിടെ കടയിൽ കയറി. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4 വർഷത്തോളമായിട്ട് ഇങ്ങനെ തന്നെ റോഡ് കിടക്കുവാണ്. ഇപ്പം റോഡ് പണി നടക്കുന്നത് ഫുള്ള് പണി തീരാനാണ്. പക്ഷെ പണ്ട് പോലെ ഇങ്ങനെ തന്നെ കിടക്കുവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു റൈഡിങ് എക്സ്പീരിയൻസിന് താല്പര്യമുള്ളവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണി കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും ശരിക്കും നല്ലത്. പണി എപ്പോൾ തീരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ പറഞ്ഞു വെച്ചിട്ട് കടയിലെ ചേട്ടൻ പറഞ്ഞത് ഈ ഡിസംബറിലോ അല്ലെങ്കിൽ ജനുവരിയിലോ തീർക്കുമെന്നാണ് അവർ പറഞ്ഞതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വർഷങ്ങളായിട്ട് ഈ ഒരു രീതിയിലാണ് റോഡ്. ഇപ്പോൾ ഇവിടെ കേരള ചെക്ക് പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ലിപ്പ് തരും, നമ്മുടെ പേര്, നമ്പർ, ആ ടൈമിംഗ് ഒക്കെ കാണിച്ചോണ്ടല്ലോ. അപ്പോൾ അത് നമ്മളിവിടെ കൊടുക്കണം. എൻ്റെ കറക്റ്റ് എന്ന് വെച്ചാൽ എക്സിറ്റ് 5:30 ഇപ്പോൾ ഏകദേശം 5:30 ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ റോഡ് എന്ന് വെച്ചാൽ ഭയങ്കര മോശമായത് കാരണം നമുക്ക് പതുക്കെ വരാൻ പറ്റത്തുള്ളൂ. ഒന്നാമത് നമ്മൾ ഈ റോഡിൽ കൂടി വരുമ്പോഴത്തേക്ക് പതുക്കെ വരാറുള്ളൂ, കാരണം ഈ ആനിമൽസൊക്കെ ക്രോസ് ചെയ്യുന്ന ഏരിയ ആയത് കാരണം. പക്ഷേ അതിൻ്റെ കൂടെ റോഡും കൂടി മോശമാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ എൻ്റെ ഇപ്പോൾ വന്ന ഒരു എക്സ്പീരിയൻസ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ വരുമ്പം ഒറ്റയ്ക്ക് വരാതിരിക്കുന്നത് നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മലക്കപ്പാറ എത്തുന്നതിന് ശേഷം ഒരു 10-15 മിനിറ്റ് മുമ്പായിട്ട് ഈ ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടി ഞാൻ കുറേ സ്ഥലത്ത് കണ്ടു. പക്ഷെ ആനയൊന്നും സൈറ്റിങ് കിട്ടിയില്ല. പക്ഷേ ഇത് ആനപ്പിണ്ടം കിടപ്പണം. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുതായിട്ടൊന്ന് പേടിയായി. കാരണം ഇപ്പം നിലവിൽ വേറെ വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല, ബൈക്കൊക്കെ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ മിക്കപ്പോഴും ഒറ്റപ്പെട്ടായിരിക്കും പോകുന്നത്. കാരണം ഞാൻ ഈ യാത്രയിൽ മൊത്തമായിട്ടും ആരെയും ഇങ്ങനെ കണ്ടില്ല. അവിടുന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ അത് തീരെ കുറവായിട്ട് 2-3 പ്രാവശ്യമായിട്ട് കണ്ടെന്നേ ഉള്ളൂ. അതല്ലാതെ വേറെ വണ്ടികളൊന്നും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്രൂപ്പായിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു ഇപ്പം വന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. പക്ഷേ ഇവിടെ സാധാരണ നോർമലി റോഡ് ആക്റ്റീവ് ആവുന്ന സമയത്ത്, അതായത് വണ്ടികളൊക്കെ പോകുന്ന സമയത്ത് പിന്നെയും വലിയ കുഴപ്പമില്ല. കാരണം വെച്ചാൽ ബസ്സും അതുപോലെ വലിയ വണ്ടികളൊക്കെ എപ്പോഴും പോകുന്നതാണ്. അപ്പോൾ അതൊന്നും ആലോചിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം റോഡ് പണി കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ആ ഒരു റോഡിൻ്റെയൊക്കെ ആ കാടിൻ്റെ നടുക്കൂടിയൊക്കെ നമ്മൾ ഒരു സ്മൂത്തായിട്ടൊക്കെ ഓടിച്ച് പോകുന്നതല്ല നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യും. നമ്മളിത് ഇപ്പോൾ ആ വഴിയാണ് വന്നത്. ഇപ്പോൾ തമിഴ്നാട് ബോർഡർ നമ്മൾ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ നോക്കിയേ, ഇവിടെ വന്നപ്പോൾ അത് 2 മൈലിങ്ങനെ നിൽക്കുന്നുണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ നിർത്തിയത്. പക്ഷെ അതുകൂടാതെ വേറൊരു കാര്യം നമ്മൾ പറയണമല്ലോ, കാര്യം നമ്മളെ കേരള ബോർഡർ കഴിഞ്ഞപ്പം കാണുന്ന റോഡ്, തമിഴ്നാട്ടിലോട്ട് കയറിയപ്പം കാണുന്ന റോഡ് നോക്കിയേ, അതുവരെ നല്ല കുണ്ടും കുഴിയൊക്കെ ആയിട്ട് ഒട്ടും നല്ല റോഡ്, ഭയങ്കര മോശമായിട്ടുള്ള റോഡായിരുന്നു. പിന്നെ അത് ഇവിടെ മൊത്തം ഇതുപോലെ തേയിലയാണ്. ഇപ്പോൾ കുറച്ച് ഇരുട്ടിയൊക്കെ വരുവാണ്, പക്ഷെ എന്നാലും നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ വരുന്ന വഴിക്ക് ഇതുപോലെ കുറേ വ്യൂസ് ഉണ്ട്. നമ്മൾ പിന്നെ എങ്ങും നിർത്താനുള്ള സമയമില്ലാത്ത കാരണം നിർത്തിയില്ല. അപ്പോൾ ഞാൻ ഈ മയിലിനെ കണ്ടുകൊണ്ട് നിർത്തിയാണ്. പിന്നെ റോഡും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞാൽ തമാശ അല്ല, അതിൻ്റെ ഒരു സീരിയസ്നെസ് എത്രത്തോളം വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല. കാരണം വെച്ചാൽ ആ റോഡുകൾ ഭയങ്കര മോശമായിരുന്നു. എനിക്ക് എത്ര വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ആനയുടെ ആ ഒരു പിണ്ടം കിടക്കുന്ന കണ്ടുകൊണ്ടും അത് ഫ്രഷ് ആയത് കാരണം എനിക്കൊരു സത്യം പറഞ്ഞാൽ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. അതുവരെ ഇല്ലായിരുന്നു. നമ്മൾ ആ നല്ല റോഡ് തുടങ്ങിയ സ്ഥലത്ത് നല്ല റോഡുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് വരുന്നവരെ നമുക്ക് അധികം ഒരു പേടി, നമ്മൾ ആ ഒരു കാടിന് ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല റൈഡിലൊക്കെ വരുന്ന കാരണം നമുക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് റോഡ് ഭയങ്കര മോശം. പിന്നെ ആനപ്പിണ്ടത്തിന് ഇതും കൊണ്ട് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഫോൺ സത്യം പറഞ്ഞാൽ ഓണാക്കാൻ തോന്നിയില്ല. എങ്ങനെയൊന്നും സ്റ്റോപ്പ് ചെയ്യാതെ നേരെ വിട്ട് വന്നാൽ മതി എന്നുള്ള മൈൻഡായിരുന്നു. നോക്കിയാൽ റോഡ് ചിലപ്പം പറയുന്നത് ചിലപ്പം മനസ്സിലാവത്തില്ല. ഇത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് നല്ലോണം അറിയാൻ പറ്റും ആ ഒരു റോഡിൻ്റെ വ്യത്യാസം കേരള ബോർഡർ കഴിഞ്ഞപ്പോഴത്തേക്കുള്ള. ഈ കാണുന്നതാണ് ഷോളയാർ ഡാം. ഇത് കണ്ടില്ലേ, നമ്മൾ വരുന്ന വഴിക്കായിരുന്നു അപ്പർ ഷോളയാർ, അത് കേരളത്തിലായിരുന്നു. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ ഡാം കണ്ടപ്പോൾ ഇവിടെ തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ വരുന്ന വഴിക്കായിരുന്നു അപ്പർ ഷോളയാർ. പക്ഷേ അത് നമുക്ക് ഇതുപോലെ കാണാനുള്ള ഒന്നുമില്ലായിരുന്നു, അവിടെ കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇത് ഷോളയാർ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്.
നോക്കിയേ, നമ്മളങ്ങ് താഴെയായിരുന്നു. അവിടെ റോഡ് ചെറുതായിട്ട് കാണാം, വീഡിയോയിൽ ചിലപ്പോൾ കാണാൻ പറ്റത്തില്ലായിരിക്കും. അങ്ങോട്ട് എൻട്രി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. കൊട്ടവഞ്ചിയൊക്കെ കിടക്കുന്നത്, ഇനി അതിൻ്റെ പരിപാടി ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഇവിടെ അതിന് സമയം കഴിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല. കൊണ്ടുപോകുന്നത് കൊട്ടവഞ്ചിയൊക്കെ അവിടെ കിടപ്പുണ്ട്. നമ്മുടെ ആ മലക്കപ്പാറ അല്ലെങ്കിൽ ഇവിടം വരെയുള്ള റോഡ് ഇതുപോലെ നല്ല റോഡായിരുന്നില്ല. ആ റൈഡ് ഒരു രക്ഷയില്ലാത്ത റൈഡായി പോയവരായിരുന്നു ആ കാട്ടിക്കൂടിയുള്ള. പക്ഷേ ഭയങ്കര മോശം. അത് അത്ര പിന്നെ പറയാതിരിക്കാൻ തോന്നുന്നില്ല. അതാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഇതൊക്കെ എന്നാ അടിപൊളി റോഡല്ലേ. ഇരുട്ട് വീണ് തുടങ്ങി ഗൈസ്. അപ്പം അതുകൊണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് നല്ല വ്യൂസ് ഉള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു, തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ തന്നെ. പക്ഷെ നല്ല വ്യൂസൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെ നമ്മളത് നിർത്തിയിട്ട് കാര്യമില്ല. വെച്ചാൽ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. കാരണം കാണുന്നത് നിങ്ങൾക്ക് അതുകൊണ്ടൊരു ആ ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഇവിടെ നേരിട്ട് കാണുന്നത് എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ആ ഒരു ഇത് കിട്ടുന്നില്ല, ഇരുട്ട് വീണത് കാരണം. എങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് സ്ലോ ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് തിരിച്ചത്. അപ്പോൾ ഇനിയിപ്പം വാൾപ്പാറ ചെല്ലുക, ഒന്നെങ്കിൽ അവിടുന്ന് നേരെ ഞാൻ പൊള്ളാച്ചി പോകും, അവിടെ സ്റ്റേ അടിക്കാനാണ് പ്ലാന്. വാൾപ്പാറ എത്തിയിട്ടേ ഉള്ളൂ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഫോണിൻ്റെ ചാർജും ഒക്കെ തീരാറായി. ഞാനെന്തായാലും ഇനി അധികം പറഞ്ഞ് നീട്ടിയിട്ട് കാര്യമില്ല. കാരണം ആ കാഴ്ചകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ അതിരപ്പള്ളി മലക്കപ്പാറ വാൾപ്പാറ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വരുന്നവർ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് വരിക. കാരണം അതിരപ്പള്ളിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എങ്ങും പെട്രോൾ പമ്പില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ റോഡ് മോശമായത് കാരണം നമ്മൾ സാധാരണ പെട്രോളിനേക്കാൾ കൂടുതൽ നമുക്കവിടെ ചിലവാകുന്നുണ്ട് മലക്കപ്പാറ വരെ. അപ്പോൾ അതുകൂടിയൊക്കെ ശ്രദ്ധിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.